പ്രവാചകനായ മുഹമ്മദ് നബി ജനിച്ചിട്ട് 1500 വർഷമായി എന്ന് പറഞ്ഞിട്ട് ചില ആഘോഷ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. എന്നാൽ ചട്ടങ്ങളും കീഴ്വഴക്കങ്ങളും ലംഘിച്ചുകൊണ്ട് ഒരു ബോർഡ് സ്ഥാപിക്കുന്നു, കളർഫുള്ളായിട്ട് ലൈറ്റൊക്കെ കത്തുന്ന രീതിയിൽ. അത് മാറ്റണമെന്ന് അവിടുത്തെ അധികൃതർ ആവശ്യപ്പെടുന്നു, അത് മാറ്റുന്നു. പക്ഷേ പിന്നീട് ഒരു അജണ്ട മുന്നിൽ വെച്ചുകൊണ്ട് അവർ വല്ലാത്ത രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടത്തുന്നു. ഇത് നോർത്തിൽ പലയിടത്തേക്കും പടരുന്നു. എന്തൊക്കെ സാർ ഉദ്ദേശം? ഇത് ഇപ്പോൾ ഇതിന് ബരവഫാത്ത് എന്നാണ് പറയുന്നത്. അതായത് മിലാദുൻ നബി എന്നും പറയും. അതായത് നബിയുടെ ജന്മദിനം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ജന്മദിനം പ്രമാണിച്ചിട്ട് ഐ ലവ് മുഹമ്മദ് എന്ന് പറഞ്ഞിട്ടൊരു ഈ ലൈറ്റ് അല്ലേ, ലൈറ്റ് ഡിസ്പ്ലേ ഐ ലവ് മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് ഈ ആഘോഷങ്ങൾ അവിടെയൊക്കെ നടത്തുമ്പോൾ, കാൺപൂർ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ നടത്തുമ്പോൾ അതിന് ചില ചിട്ടവട്ടങ്ങൾ, ഉപാധികൾ, ഇതിങ്ങനെ ആകാവൂ എന്നൊക്കെയുള്ള നിയമങ്ങളുണ്ട്. ഈ നിയമങ്ങൾ ലംഘിച്ചിട്ടാണ് ഈ ഐ ലവ് മുഹമ്മദ് എന്നുള്ള ചിഹ്നം വയ്ക്കുക. ഈ ഐ ലവ് മുഹമ്മദ് എന്ന് പറഞ്ഞ ചിഹ്നം വെച്ചതിൽ, അതായത് ഞാൻ മുഹമ്മദിനെ സ്നേഹിക്കുന്നു എന്നൊരാൾ പറഞ്ഞതിൽ ആർക്കെങ്കിലും വിരോധമുണ്ടായിട്ടല്ല അത് നീക്കം ചെയ്തത്. പക്ഷെ കീഴ്വഴക്കങ്ങളുണ്ടല്ലോ, ആ കീഴ്വഴക്കങ്ങളുടെ ലംഘനം, അതായത് കീഴ്വഴക്കങ്ങൾ ലംഘിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ അവിടെ ഒരു കൂടാരം, പരമ്പരാഗതമായിട്ടൊരു കൂടാരം ഉണ്ടാവുമായിരുന്നു. അവിടെ ഈ അലങ്കാരങ്ങളുമൊക്കെ ഉണ്ടാവും. ആ കൂടാരം നീക്കിയിട്ട് പുതിയൊരു സ്ഥലത്ത്, ഒരു സ്ഥിരം സ്ഥലമുണ്ട്, അവിടെ അല്ലാതെ പുതിയൊരു സ്ഥലത്ത് ഈ ഹിന്ദു മതത്തിൽപ്പെട്ട ആളുകൾ കുറേ പോസ്റ്റർ ഒട്ടിച്ചിരുന്നതൊക്കെ കീറിക്കളഞ്ഞിട്ട് ആ ഭാഗത്ത് പുതിയ ബാനർ വെച്ചിട്ട് ഐ ലവ് മുഹമ്മദ് എന്ന് പറഞ്ഞ ലൈറ്റ് ഇങ്ങനെ മറിയുന്നത്, ഐ ലവ് മുഹമ്മദ്, അത് ഇട്ടു എന്നുള്ളതിൻ്റെ പേരിലാണ് പോലീസ് കുറച്ച് പേർക്കെതിരെ FIR ഇട്ടത്. അപ്പോൾ ആ FIR ഇട്ട് 24, ഇത് സെപ്റ്റംബർ 4 തുടങ്ങുന്നു. സെപ്റ്റംബർ 9 24 പേർക്കെതിരെ കേസ് വരുന്നു. അപ്പോൾ പോലീസ് ആവർത്തിച്ച് പറയുന്നുണ്ട്, ഇത് പരമ്പരാഗത കൂടാരം നീക്കി പുതിയ സ്ഥലത്ത് ബാനർ വെച്ചു, കീഴ്വഴക്കങ്ങൾ ലംഘിച്ചു, പോലീസുമായിട്ടൊക്കെ ഉണ്ടാക്കിയ ഒത്തുതീർപ്പുകളൊക്കെ ലംഘിച്ചിട്ടാണ് ഇത് ചെയ്തത്. അതിൻ്റെ പേരിലാണ് കേസ്. അതല്ലാതെ ഒരാൾ മുഹമ്മദിനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞത് കൊണ്ടല്ല. ഐ ലവ് മുഹമ്മദ് എന്ന് പറയുന്നത് ഒരു കുറ്റമല്ല, അതൊരു കുറ്റമായി കണക്കാക്കിയിട്ടുമല്ല ചെയ്തിരിക്കുന്നത്. അപ്പോൾ പുതിയ കീഴ്വഴക്കം ഉണ്ടാക്കിയതിനെതിരെയാണ് പുതിയ ലൊക്കേഷൻ, വേറെ മതത്തിൻ്റെ സംഭവങ്ങളൊക്കെ വലിച്ചു കീറിയിട്ട് ചെയ്തു. ഇതാണ് കേസ് എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. ഇത് നടന്നത് ഈ കാൺപൂരിൻ്റെ ഒക്കെ അടുത്ത് ജാഫർ വാലി ഗലിയുടെ മുമ്പിൽ മൊഹല്ല സയ്യദ് നഗറിലാണ് ഈ സൈൻ ബോർഡ് വെച്ചത്, ഐ ലവ് മുഹമ്മദ് എന്നുള്ളത്. ഒരു സമുദായം ഈ അവരുടെയൊക്കെ പോസ്റ്ററൊക്കെ വലിച്ചു കീറുകയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ പ്രതിഷേധിച്ചു. ഒരു സമുദായം എന്ന് പറയണ്ടല്ലോ, ഹിന്ദുക്കൾ പ്രതിഷേധിച്ചു. അപ്പോൾ അതിനെ തുടർന്നാണ് ഈ സൈൻ ബോർഡൊക്കെ നീക്കിയത്. ബാനർ വെക്കാനുമൊക്കെ ശ്രമമൊക്കെ നടത്തി. അത് കഴിഞ്ഞ് ഇത് പ്രതിഷേധങ്ങൾ പല സ്ഥലത്തും സംഘടിപ്പിക്കാൻ തുടങ്ങി. ഈ കാൺപൂർ, ഉന്നാവോയിൽ, ഗംഗാഘട്ടിൽ ഒക്കെ ഇത് പ്രതിഷേധങ്ങൾ തുടരെ വരാൻ തുടങ്ങി. അപ്പോൾ ഇത് സാധാരണഗതിയിൽ നടക്കുന്നത് പ്രവാചകൻ്റെ ജന്മദിനം, അത് ഇസ്ലാമിക കലണ്ടറിലെ 3-ാം മാസം റബിയുൽ അവ്വാലിലെ 12-ാമത്തെ ദിവസം, അങ്ങനെയാണ് ഇത് വരുന്നത്. അപ്പോൾ ഘോഷയാത്ര, അലങ്കാര ദീപങ്ങൾ, കൊടികൾ, ഇതൊക്കെ സാധാരണഗതിയിൽ ഇതുണ്ടാവും. ഇതിപ്പോൾ പ്രതിഷേധങ്ങൾ 4-ാം തീയതി നടന്ന ശേഷം ഇപ്പോൾ പ്രതിഷേധങ്ങൾ ഉരുണ്ടുകൂടുകയാണ്. കൗശുംബി, പിലിഭിത്ത്, ബറേലി, ഭദോഹി, ലക്നൗ, കാൺപൂർ, ഇവിടെ ഈ പ്രതിഷേധങ്ങൾക്കൊന്നും അനുവാദമില്ല. അപ്പോൾ ഓരോരോ സ്റ്റേറ്റിലായിട്ടാണ് ഇത് പോകുന്നത്. ഇത് ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ ഉത്തർപ്രദേശൊക്കെ ആണല്ലോ. കൗശുംബി, പിലിഭിത്ത്, ബറേലി, ഭദോഹി, ലക്നൗ, കാൺപൂരൊക്കെ ഉത്തർപ്രദേശിലാണ്. പക്ഷേ ഇത് ഇപ്പോൾ മഹാരാഷ്ട്ര, തെലങ്കാന, ഉത്തരാഖണ്ഡ്, UP ഈ സ്ഥലങ്ങളിലൊക്കെ വ്യാപിച്ചിട്ടുണ്ട്. മഹാരാജ്ഗഞ്ച്, കാശിപ്പൂര്, ഹൈദരാബാദ് ഒക്കെ. സെപ്റ്റംബർ 4 റാവത്പൂര്, കാൺപൂരിൽ ഒക്കെ ആയിരുന്നു. യാത്ര
പാതയിൽ, ഘോഷയാത്രയുടെ പാതയിലാണ് ഈ ഐ ലവ് മുഹമ്മദ് എന്നുള്ള ചിത്രം വച്ചിരുന്നത്. പുതിയ കീഴ്വഴക്കമാണ്. അതിനെതിരെ ഹിന്ദു ഗ്രൂപ്പുകൾ പ്രതിഷേധിക്കുകയും ചെയ്തു. അപ്പോൾ സെപ്റ്റംബർ 9-ാം തീയതി 24 പേർക്കെതിരെ കേസ് എടുക്കുകയും ചെയ്തു. ഇത് എങ്ങനെയാണ് ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ തീരേണ്ടതാണല്ലോ. അതെ, അവിടെ ഇങ്ങനെ ബോർഡ് വെച്ച് കീഴ്വഴക്കങ്ങൾ ലംഘിച്ചാണ് അവർക്ക് മനസ്സിലായി. പക്ഷേ സെപ്റ്റംബർ 15-ാം തീയതി ഒവൈസി, അങ്ങനെയാണല്ലോ ഇതിൻ്റെ വർഗീയവാദി, വർഗീയവാദി നമ്പർ 1 ഒവൈസി 15-ാം തീയതി ഒരു പോസ്റ്റ് ഇട്ടു. ഒവൈസി പറഞ്ഞു ഐ ലവ് മുഹമ്മദ് എന്ന് പറയുന്നത് ഒരു ക്രൈമല്ല, അത് ക്രൈമായിട്ട് ചിലർ കാണുന്നു എന്ന് പറഞ്ഞു. ഐ ലവ് മുഹമ്മദ് ക്രൈമാണെന്ന് പോലീസും പറഞ്ഞിട്ടില്ല, കേസിലും പറഞ്ഞിട്ടില്ല. അങ്ങനെ വളർത്തി തീർത്തു ഒവൈസി. അപ്പോൾ പോലീസ് പറഞ്ഞു ഞങ്ങൾ അതിനെതിരായിട്ടല്ല, പുതിയ കീഴ്വഴക്കത്തിനെതിരെയാണ്, പുതിയ ലൊക്കേഷനിൽ കൂടാരമൊക്കെ മാറ്റിയിട്ട് ഇത് ചെയ്തത്, വെക്കേണ്ട സ്ഥലത്തല്ല വെക്കാത്തത്, കീഴ്വഴക്കം ലംഘിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു. പക്ഷെ ഒവൈസി ഇത് വേറെ രീതിയിലേക്ക് നമ്മൾ നേരത്തെ നമ്മളൊരു നമ്പർ പറഞ്ഞില്ലേ, 1979 മെക്കയിലെ കാബ കുറെ വിഭജര് പിടിച്ചടക്കിയപ്പോൾ അന്ന് ഖൊമൈനി പറഞ്ഞു ഇത് അമേരിക്ക ചെയ്തതാണെന്ന്. എന്നിട്ട് പല സ്ഥലങ്ങളിലും അമേരിക്കൻ എംബസിക്കെതിരെ ആക്രമണങ്ങൾ നടന്നു ഇതിനെതിരെ. അന്ന് 1979 കഥയാണ് ഞാൻ പറയണേ. മെക്ക ഖൊമൈനി തെറ്റ് പറഞ്ഞത്, ഖൊമൈനിയെ പോലെ ഇത്തവണ ഈ ഒവൈസി പറയുന്നു. അപ്പോൾ അങ്ങനെ ആണ് ഈ പല സ്ഥലത്തും ഈ പ്രതിഷേധങ്ങൾ ഉരുണ്ടുകൂടുന്നു, പല സ്ഥലത്തും തീവെപ്പ് നടക്കുന്നു, മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നു. പക്ഷെ കൂടുതൽ സേനയെ വിന്യസിക്കുന്നു. ഈ പ്രതിഷേധം നടക്കുന്ന സ്ഥലത്തൊക്കെ സേനയെ വിന്യസിക്കുന്നു. ഈ പ്രതിഷേധ മാർച്ചുകൾ നടക്കുന്നു. കാൺപൂർ കഴിഞ്ഞിട്ട് ഉന്നാവോയിൽ ആക്രമണം, തർക്കങ്ങൾ പല സ്ഥലത്തും നടക്കുന്നു. പോലീസ് അന്ന് ആദ്യം എടുത്തത് 8 പേർക്കെതിരെയും പിന്നെ തിരിച്ചറിയുന്ന 8 പേരും അല്ലാത്ത ബാക്കിയുള്ളവരും അവർക്കെതിരെയാണ് കേസെടുത്തത്. ഇതിൻ്റെ വീഡിയോകളുണ്ട്, ഇതിൻ്റെ ഫോട്ടോകളും ഒക്കെ ഉണ്ട്. പോലീസിൻ്റെ അകത്ത് തെളിവുണ്ട്, അടുത്ത തെളിവുണ്ട്. 5 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിലിഭിത്തിൽ 9 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സമാധാനം ലംഘിച്ചു എന്ന് പറഞ്ഞിട്ടാണ്, മതസ്പർദ്ധ വളർത്തിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. കൗസുംബിയിലെ മഞ്ചാൻപൂരിൽ 3 പേരെ അറസ്റ്റ് ചെയ്തു ഈ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടിട്ട്. മാത്രമല്ല അനുവാദമില്ലാതെ ഘോഷയാത്രകൾ നടത്തി എന്ന കേസും അവിടെ വന്നു. FIR-ൽ ഈ ലൈറ്റ് ബോർഡിൻ്റെ കാര്യം പറയുന്നുണ്ട്, മതസ്പർദ്ധ വളർത്തിയ കാര്യം പറയുന്നുണ്ട്, കീഴ്വഴക്കം ലംഘിച്ച കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട്. സെപ്റ്റംബർ 4-ന് റാവത്പൂരിൽ തുടങ്ങി. പിന്നെ സെപ്റ്റംബർ 15-ാം തീയതി ഒവൈസി പറഞ്ഞതോടുകൂടി ഇപ്പോഴും ഈ പ്രതിഷേധങ്ങൾ ഇങ്ങനെ നടക്കുന്നു. ഇതിനിപ്പോൾ ഐ ലവ് മുഹമ്മദ് പ്രക്ഷോഭങ്ങൾ എന്ന പേരും വന്നിട്ടുണ്ട്. വടക്കേ ഇന്ത്യയിൽ ആകമാനം, കുറച്ചിപ്പോൾ തെക്കേ ഇന്ത്യയിലേക്കും വന്നല്ലോ, തെലങ്കാനയിലേക്കൊക്കെ വന്നിട്ടുണ്ട്. കാരണം ഒവൈസി മേഖലയാണല്ലോ ആന്ധ്ര തെലങ്കാന, അതുകൊണ്ട് അവിടെയും വന്നിട്ടുണ്ട്. അപ്പൊ ആവശ്യമില്ലാതെ ഇത് കത്തിക്കുന്നു. ഇനി ഇതിൻ്റെ അകത്ത് ഇപ്പൊ ബീഹാറിലേക്കൊക്കെ ഇത് കോൺഗ്രസ് ചിലപ്പോൾ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. കാരണം കോൺഗ്രസിന്റെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് പറയുന്നത് മുസ്ലിങ്ങളാണ്. അപ്പൊ ഇലക്ഷനെ മുന്നോടിയായിട്ട് അങ്ങനെ ഒരു സാധനം കൊണ്ടുവരാൻ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി ഒക്കെ അടുത്ത കാലത്ത് വന്നു പോയില്ലേ വയനാട്ടിലും ഒക്കെ. കാരണം അവർക്ക് മുസ്ലിം വോട്ട് മാത്രമേ കിട്ടുള്ളൂ എന്നുള്ളത് കൊണ്ട് എന്തെങ്കിലും കിട്ടിയാൽ ഇതൊക്കെ സമൂഹ വിരുദ്ധമായി ആളിക്കത്തിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണിത്. അപ്പോൾ ഇതിപ്പോൾ ഒവൈസിയോടൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഒവൈസി പലരും പറയുന്നതിൻ്റെ കൂടെയൊക്കെ നിൽക്കുന്ന ഒരാളാണ്. കോൺഗ്രസ് പറഞ്ഞാലും ഒക്കെ കൂടെ നിൽക്കും. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ് നേരിട്ട് രംഗത്ത് വരാതെ, നമ്മൾ അസമിൽ കണ്ടതാണല്ലോ, ഇപ്പോൾ ഗോൽപൂരിലും ദുബ്രിയിലും ചില സംഘങ്ങളെയാണ് ആദ്യം അവർ വിട്ടത്. പ്രശാന്ത് ഭൂഷന്റെ നേതൃത്വത്തിൽ സംഘം, പിന്നെ ജംഇയ്യത്തുൽ ഉലമയുടെ മറ്റോ മദനി എന്ന് പറഞ്ഞൊരാൾ പോകുന്നു, പിന്നെ 3ാമത് വേറെ സംഘം പോകുന്നു. അപ്പൊ കോൺഗ്രസ്സുകാര് അവസാനമേ രംഗത്ത് വരുള്ളൂ. അതായത് ഒരു പ്രശ്നമുണ്ടാക്കുക, പ്രശ്നമുണ്ടാക്കിയ ശേഷം BJP ആണ് ഇതിന് ഉത്തരവാദി എന്ന് പറഞ്ഞിട്ട് BJP എപ്പോഴെങ്കിലും ഇത് ശരിയല്ല എന്ന് പറയുമല്ലോ. അപ്പൊ കോൺഗ്രസിന്റെ രംഗപ്രവേശം നടക്കും. ഇങ്ങനെ കോൺഗ്രസ് സ്പർദ്ധ
മതസ്പർദ്ധയിൽ നിന്ന് വോട്ട് കിട്ടുമോ? ഇതാണല്ലോ മറ്റേ മുസഫർപൂരിലേക്ക് പോകുന്നതിന് മുമ്പേ ദർഭംഗയിൽ ബീഹാറിൽ മോദിയുടെ അമ്മയ്ക്കെതിരെ കുറെ മുസ്ലിം പ്രവർത്തകരാണല്ലോ കോൺഗ്രസിന്റെ മൈക്ക് കൂടി തെറി വിളിച്ചത് എല്ലാവരും കേൾക്കാൻ. അത് കഴിഞ്ഞ് ഏയും ചെയ്തു. അപ്പോൾ ഇനിയുള്ള തെരഞ്ഞെടുപ്പ് കാലം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും എന്ന് തോന്നുന്നു. അതിനെതിരെ ഒരു പ്രതികരണം പോലും ഇതുവരെ ഉണ്ടാകുന്നില്ല. മറ്റേ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് നിന്നുണ്ടായില്ല. ഞങ്ങൾക്ക് തെറ്റുപറ്റിയതാണ്, ആ അമ്മയ്ക്ക് രാഷ്ട്രീയമായിട്ടൊന്നും ബന്ധം ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഇത്തരം ഒരു ചീഞ്ഞ രാഷ്ട്രീയം കോൺഗ്രസ് കളിക്കുന്നതിൻ്റെ സൂചനയായിട്ട് വേണം ഇത് കാണാൻ. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞിട്ടും മൗനാനുവാദം കൊടുക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം. മൗനാനുവാദം എന്നുള്ളതല്ല, അവരാണ് ഇത് കത്തിക്കുന്നത്. ഇത് മൗനമൊന്നുമില്ല ഇതിൻ്റെ അകത്ത്. ഓരോരുത്തരെ ഇത് 4-ാം തീയതി തുടങ്ങി. അതെ, ചെറിയ തോതിൽ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. 15-ാം തീയതിയാണല്ലോ ഒവൈസി രംഗത്ത് വരുന്നത്. അപ്പോഴേക്കും ഇത് കെട്ടടങ്ങേണ്ടതാണല്ലോ. ഇതിൻ്റെ ഐ ലവ് മുഹമ്മദ് എന്ന് പറഞ്ഞത് കുറ്റമാണ് എന്നുള്ളതാക്കി വരുത്തി തീർത്തിരിക്കുകയാണ്. ഇപ്പോൾ അങ്ങനെ ഒരു സംഭവം ഇല്ല. അതാണ് ഈ പല സ്ഥലത്തും ഉദാഹരണത്തിന് മാപ്പിളക്കാലത്ത് തിരൂരങ്ങാടി പള്ളിയിൽ നിന്ന് ആലി മുസലിയാരെയൊക്കെ പിടിച്ചുകൊണ്ടുപോയപ്പോൾ അത് ഒരു മുസ്ലിം പോലീസുകാരൻ്റെ കൂടെ തന്നെയാണ് ആമു സാഹിബ് DYSP നേതൃത്വത്തിൽ തന്നെ കൊണ്ടുപോകുന്നത്. പക്ഷെ പട്ടാളം വന്നിട്ട് പള്ളി കത്തിച്ചു എന്ന് പ്രചരിപ്പിച്ചിട്ടാണ് ഈ പ്രശ്നങ്ങൾ പിന്നെ മുഴുവൻ ഉണ്ടാകുന്നത്. അങ്ങനെയാണ് കലാപങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതുപോലെ ഒവൈസിയെ പിടിച്ച് ജയിലിലിടുകയാണ് വേണ്ട. ഇപ്പോൾ ഇയാൾ കലാപത്തിന് ശ്രമം നടത്തുന്നു എന്ന് പറഞ്ഞിട്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.